സണ്ണി ഡിയോൾ നായകനാകുന്ന ജാട്ട് എന്ന ചിത്രത്തിൽ 22 മാറ്റം വരുത്തിയിരിക്കുകയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. പല അധിക്ഷേപകരമായ വാക്കുകളും നീക്കം ചെയ്ത സെൻസർ ബോർഡ് ഭാരത് എന്നതിനു പകരം ഹമാര എന്നും സെൻട്രൽ എന്നതിനു പകരം ലോക്കൽ എന്നുമാക്കി മാറ്റിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ചിത്രത്തിലെ രംഗങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. വനിതാ പോലീസ് ഇൻസ്പെക്ടറെ അപമാനിക്കുന്ന രംഗവും ഒരു ഇൻസ്പെക്ടർ സ്ത്രീയെ പീഡിപ്പിക്കുന്ന രംഗവും 40% വെട്ടിക്കുറച്ചു. ഒരാളെ കൊലപ്പെടുത്തുന്ന രംഗവും 30% കുറച്ചിട്ടുണ്ട്. ഒപ്പം ചിത്രത്തിലെ സിഗരറ്റിന്റെ ദൃശ്യങ്ങൾ നീക്കം ചെയ്യാനും ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം നിർമ്മാതാക്കളോട് 10 സീനുകൾ വരെ CG ഉപയോഗിച്ചു എന്ന നിർദ്ദേശം കാണിക്കാനും CBFC പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ജാട്ടിന്റെ 22 സീനുകളിലാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഇതോടെ 2 മിനിറ്റും 6 സെക്കൻഡും ദൈർഘ്യമുള്ള രംഗങ്ങൾ വെട്ടിമാറ്റി. ഈ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞതോടെ UA16+ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് നൽകിയത്. 153.31 മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. അതായത് 2 മണിക്കൂർ 33 മിനിറ്റും 31 സെക്കൻഡും. പുഷ്പ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും പീപ്പിൾ ഫിലിം ഫാക്ടറിയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. തെലുങ്ക് മാസ് മസാല രീതിയിൽ പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രം മികച്ച പ്രതികരണങ്ങൾ തന്നെ തിയേറ്ററുകളിൽ നിന്നും നേടുന്നുണ്ട്. സണ്ണി ഡിയോളിനൊപ്പം രൺദീപ് ഹൂഡ, വിനീത് കുമാർ സിംഗ്, രജീന കസാൻഡ്ര, സയാമി ഖേർ, സൗരഭ് ഘോഷ് എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഗോപിചന്ദ് മൽനേനിയാണ് ജാട്ടിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.